മണാലിയിൽ നിന്ന് ഏകദേശം രാവിലെ 6 മണി 6:30 ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചെത്തി. പണ്ടൊരിക്കലെപ്പോഴോ ശ്രീകുട്ടി എന്നോട് താജ്മഹൽ കാണണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ കേരള എക്സ്പ്രസ് ആഗ്ര വഴിയാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. ആഗ്രയിൽ നിന്ന് ട്രെയിൻ കയറാമെന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഒരു പാക്കേജ് എടുത്ത് നേരെ ആഗ്രയിലേക്ക് വന്നു. ബസ്സിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. രാവിലെയുള്ള പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വരാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ ദൂരവും അവിടെയുള്ള പ്രത്യേകതയും ഞങ്ങൾക്ക് ഗൈഡ് ബസ്സിലിരുന്ന് തന്നെ പറഞ്ഞു തന്നു. എടുക്കേണ്ട ടിക്കറ്റിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മുൻകൂട്ടി ഞങ്ങളോട് പറഞ്ഞു. ഓൺലൈനായി ടിക്കറ്റ് എടുത്തതുകൊണ്ട് എല്ലാം വളരെ എളുപ്പമായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. അത്യാവശ്യം വളരെ ക്രൗഡഡ് ആയിരുന്നു ആഗ്ര ഫോർട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിയോടുകൂടിയാണ് ഞങ്ങൾ ആഗ്ര ഫോർട്ടിലെത്തിയത്. വളരെ മനോഹരമായ ഒരു സ്ട്രക്ചർ തന്നെയായിരുന്നു ആഗ്ര ഫോർട്ടിൻ്റേത്. ആഗ്ര ഫോർട്ടിൻ്റെ 25% സ്ഥലം മാത്രമേ നമുക്കിപ്പോൾ കാണാൻ കഴിയൂ. ബാക്കി 75% ഇന്ത്യൻ ആർമി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഈ പാതയുടെ പ്രത്യേകതകളും കവാടങ്ങളുടെ പ്രത്യേകതകളും ഞങ്ങൾക്ക് ഗൈഡ് വ്യക്തമായി അവിടെ പറഞ്ഞു തന്നു. ആഗ്ര ഫോർട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പല തലമുറകളായി ഭരിച്ചു വന്ന രാജാക്കന്മാരെക്കുറിച്ചും ആ ഗൈഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. വെറുതെ ഒരു ഫോർട്ട് കണ്ടുപോവുക എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ യാത്രയിൽ മനസ്സിലായി. ഞങ്ങളെടുത്ത ആഗ്ര പാക്കേജിൽ ഗൈഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗൈഡിനായി പ്രത്യേകിച്ച് ഒന്നും ചെലവാക്കേണ്ടി വന്നില്ല. എന്നാൽ അവിടെ വന്നാൽ നിങ്ങൾക്കും ഗൈഡിനെ വേണമെങ്കിൽ പൈസ കൊടുത്ത് എടുക്കാവുന്നതാണ്. കാഴ്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും ശേഷം ഞങ്ങൾ വീണ്ടും അകത്തേക്ക് നടന്നു നീങ്ങി. വളരെ മനോഹരമായ ഒരു ഗാർഡൻ ആയിരുന്നു ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പണം കൊടുത്ത് ഫോട്ടോ എടുക്കുന്നവർ അവിടെയും ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പണം കൊടുത്ത് ഇഷ്ടാനുസരണം ഫോട്ടോ എടുക്കാവുന്നതാണ്. എല്ലാവരും എത്തിച്ചേർന്ന ശേഷം ഗൈഡ് വീണ്ടും തുടർന്നു. നേരെ കാണുന്ന അത് ഷാജഹാൻ്റെ മകളുടെ ഒരു മന്ദിരമാണ്. കൂടാതെ ഈ ഗാർഡനിൽ പണ്ടുകാലത്ത് പലതരത്തിലുള്ള പരിപാടികൾ നടന്നു പോകാറുണ്ടായിരുന്നു. ആ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് രാജാവും റാണിയും പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നത്. അടുത്തതായി ഞങ്ങൾ അതിനുള്ളിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായി മാർബിളുകൾ കൊണ്ട് ചെയ്തു വെച്ച ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ. പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു തണുപ്പ് അനുഭവപ്പെടും. ഫാൻ ഇല്ലാത്തതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ അവിടെ ഒരു വിശറി കെട്ടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെയാണ് പരിപാടികൾ കാണാൻ രാജാവും റാണിയും ഇരിക്കാറ്. ഇവിടെ നിന്ന് ജനാലകൾക്കുള്ളിലൂടെ നോക്കിയാൽ അങ്ങ് ദൂരെ താജ്മഹൽ വ്യക്തമായി കാണാം. താജ്മഹൽ ആദ്യമായി കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു. കൂടെ ഞാനും കൂടി. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ചെന്നു. പല ഇടനാഴികൾ. ഇവിടെയാണ് ആദ്യമായി ഷാജഹാനെ തടവിൽ വെച്ചത്. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. പലതരത്തിലുള്ള ഗോവണികളും ഇടനാഴികളും കടന്ന് ഞങ്ങൾ ആഗ്ര ഫോർട്ടിൻ്റെ 2nd ഫ്ലോറിലെത്തി. എന്നെ പോലെ തന്നെ ശ്രീകുട്ടിയും കാണുന്ന കാഴ്ചകളെല്ലാം ഫോണിൽ പകർത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് 2-3 മലയാളികൾ ഫ്രണ്ട്സായി കിട്ടി. അവരുടെ അടുത്ത ലക്ഷ്യം കാശ്മീരിലേക്കാണ്. ഈ മുകളിൽ നിരന്നു നിൽക്കുന്ന ഏരിയ ഒരു കച്ചവട സ്ഥലമായിരുന്നു. പണ്ടുകാലങ്ങളിൽ രാജ്ഞികൾക്ക് പുറത്തേക്കിറങ്ങാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഒരു കച്ചവട മേഖല തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തു. മുകളിൽ നിന്ന് താജ്മഹലിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിഞ്ഞു. പിന്നെയും ഗൈഡ് തുടർന്നു. ഷാജഹാൻ്റെ അവസാന കാലങ്ങളിൽ ഷാജഹാനെ ഇവിടെയായിരുന്നു തടവിലാക്കിയിരുന്നത്. മരണം വരെ മുംതാസിനെ കാണണമെന്നായിരുന്നു ഷാജഹാൻ്റെ അവസാന ആഗ്രഹം. അതുകൊണ്ടായിരിക്കണം ഷാജഹാനെ അവസാന കാലങ്ങളിൽ ഇവിടേക്ക് മാറ്റിയത്. ഇവിടെ നിന്ന് വളരെ വ്യക്തമായി താജ്മഹൽ കാണാൻ കഴിയും. പണ്ടുകാലത്തെ ആഗ്ര ഫോർട്ടിലെ മീന ബസാർ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. അതിനുശേഷം ഞങ്ങൾ താഴേക്കിറങ്ങി. ഒരുപാട് വലുപ്പമില്ലാത്ത ഇടനാഴികളായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള യാത്രകൾ വളരെ മനോഹരമായിരുന്നു. നമ്മളെ നല്ല രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മനോഹരമായ യാത്ര. താഴേക്കിറങ്ങിയ ശേഷം വളരെ മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു ഞങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടത്. ഇടതുവശത്തായി രാജാവിരുന്ന സ്ഥലവും മന്ത്രിമാർ ഇരുന്ന സ്ഥലവും ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ഗൈഡ് ആ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.
ഞങ്ങളെ കൂടാതെ ഒരുപാട് ഫോറിനേഴ്സും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും തുടർന്നു. യുദ്ധസമയത്ത് മരണപ്പെട്ട ഒരു ജനറലിൻ്റെ ശവശരീരമാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ആഗ്ര ഫോർട്ടിൽ കാണാൻ കഴിയൂ. വളരെ മനോഹരമായി തന്നെ ക്രമീകരിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനോഹരമായ പ്ലേസാണ് ആഗ്ര ഫോർട്ട്. ഇത് ഷാജഹാൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് ആണ്. ഛത്രപതി ശിവജിയെ ഇവിടെയായിരുന്നു തടങ്കൽ വച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ പാതകളിലൂടെ ആരെങ്കിലും നടന്നു വരുമ്പോൾ അതിലൂടെയുള്ള ശബ്ദം ഉള്ളിൽ കേൾക്കാമെന്നാണ് ഞങ്ങളോട് ഗൈഡ് പറഞ്ഞത്. ആഗ്ര ഫോർട്ടിലെ പരിമിതമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഞങ്ങൾ ഒരു നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു നല്ല ബുഫേ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് താജ്മഹലിലേക്കാണ്. താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റിലേക്കാണ് ഞങ്ങൾ ആദ്യമായി എത്തിച്ചേർന്നത്. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തതിനാൽ അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അവിടെയുള്ള മിനി ടാക്സികളിൽ കയറി താജ്മഹലിലേക്ക് യാത്ര തുടർന്നു. താജ്മഹലിലേക്ക് ഏകദേശം 1.5-2 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകാനുണ്ട്. സമയമുള്ളവർക്ക് നടക്കാം, അല്ലാത്ത പക്ഷം 20 രൂപ കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടാക്സികളിൽ കയറി താജ്മഹലിൻ്റെ മുന്നിലേക്ക് എത്താം. ആ ചെറിയ മിനി റൈഡിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് കുറച്ചു ദൂരം നടന്നു നീങ്ങി. വഴിയോരങ്ങളിൽ ഒരുപാട് കുരങ്ങുകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അവിടെ വെച്ച്. ഈസ്റ്റ് കവാടത്തിൻ്റെ മുന്നിലെത്തി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ താജ്മഹലിൻ്റെ പല വർഷങ്ങളിലായുള്ള മാറ്റങ്ങളും പല തരത്തിലുള്ള ഫോട്ടോസും അവിടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. കുരങ്ങന്മാരെ ഒരു തരത്തിലും അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ പലയിടങ്ങളിലായി ഇൻസ്ട്രക്ഷൻസ് കണ്ടു. എല്ലാത്തിനും ഒടുവിൽ എല്ലാവരും ചെയ്യുന്ന റീൽ പോലെ ഇവിടെ വെച്ച് ഞങ്ങൾ ആദ്യമായി താജ്മഹലിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. ഇരുട്ടേറിയ കവാടത്തിനുള്ളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരെ വളരെ വെളിച്ചത്തോടു കൂടി താജ്മഹൽ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. കുറച്ചു നേരം താജ്മഹലിൻ്റെ ആ ഭംഗി ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് വീണ്ടും നടന്നു നീങ്ങി താജ്മഹലിന് ഉള്ളിലേക്ക് കാണാൻ വേണ്ടി. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കാലിൽ ഒരു പ്ലാസ്റ്റിക് ഇട്ട് തന്നെ വേണം മുന്നിലേക്ക് പോകാൻ. കാരണം അവിടെയൊക്കെ ചെളിയാവുന്നത് കൊണ്ടാവാം. വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. ആ മിനുസമായ പ്രതലങ്ങൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അത് വളരെ മനോഹരമായൊരു അനുഭവം നൽകും. ഒരുപാട് നേരം നിന്ന് താജ്മഹലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അവിടെ നിന്ന് കഴിയില്ലായിരുന്നു. കാരണം അത്രയും ക്യൂ ആയിരുന്നു. അവിടെ നിന്ന് താജ്മഹലിൻ്റെ ഉള്ളിൽ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരങ്ങൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. വളരെ മനോഹരമായ താജ്മഹലിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അധികം വൈകാതെ തന്നെ ഞങ്ങൾ നേരെ എത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. താജ്മഹലിൽ നിന്ന് ഒരു ഓട്ടോ എടുത്താണ് ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അവിടെ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിൻ അവിടെ എത്തി. ഞങ്ങൾ S1 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞങ്ങളുടെ സീറ്റ് കൺഫേം ആയിരുന്നില്ല. ആകെ കൺഫേം ആയത് ഒരു സീറ്റായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായാണ് വീണ്ടും ട്രെയിനിൽ കയറുന്നത്. വളരെ മനോഹരമായിരുന്നു ആ യാത്ര. പാലക്കാട് എത്തി ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അടുത്ത റൂമിൽ തന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ബ്രദറിൻ്റെ മാരേജും കൂടി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമും മനോഹരമായ ഒരു റൂമും പുതുതായി ഓപ്പൺ ചെയ്ത ഒരു ഹോട്ടലായിരുന്നു ഇത്. ലഗേജ് എടുത്ത് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബസ്സിൽ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു. അടുത്ത യാത്രയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ ഈ യാത്ര ഇവിടെ വെച്ച് നിർത്തുന്നു.